ക്ലാസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഈ പ്രോഗ്രാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രോഗ്രാമിന്റെ അവസാനം മനസ്സിലാവുന്നതാണ്. നമ്മുടെ കമ്പനി മണിയറായ മാർക്കറ്റിംഗ് ബാംഗ്ലൂർ IT ഹബ്ബ്, ഇന്ത്യയുടെ IT ഹബ്ബ് എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിലാണ് കമ്പനിയുടെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. കമ്പനി ബാംഗ്ലൂരിലെ ഇലഹങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കമ്പനി 2024 മെയ് 1 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1.5 വർഷത്തെ മാത്രം എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള നിതിൻ മഞ്ചപ്പ സാർ തന്നെയാണ്. മാനേജിംഗ് ഡയറക്ടറായ ഇദ്ദേഹം ഒരു 28 വയസ്സുകാരനാണെന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കും ആരുടെ വോയിസ് ഒന്ന് ഓണാണ്, ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ. 28 വയസ്സുകാരനായ നിതിൻ മഞ്ചപ്പ സാർ വിഷ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു MD. ഏതൊരു സ്ഥാപനവും നിലനിൽക്കണമെങ്കിൽ അതിന്റെ അടിത്തറ നന്നാവണം. നമ്മുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ ഇദ്ദേഹം 28 വയസ്സെന്ന് പറഞ്ഞ എല്ലാവരും തള്ളിക്കളയുമ്പോഴും ഇദ്ദേഹത്തിന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് സ്വന്തം കമ്പനിയുടെ വളർച്ചയെ കുറിച്ച്. 2044 വരെയുള്ള ഒരു റൂട്ട് മാപ്പ് തയ്യാറായിട്ടില്ല. യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു മാനേജിംഗ് ഡയറക്ടറാണ് നമ്മുടെ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ളത്. ഇനി 2024 സ്റ്റാർട്ട് ചെയ്ത കമ്പനി ആദ്യ വർഷം തന്നെ 5 കോടിയുടെ അടുത്ത് ടേൺ ഓവർ ഉണ്ടാക്കി. ഏതൊരു കമ്പനിയും ടേൺ ഓവർ ഉണ്ടാക്കിയ കമ്പനിയുടെ വളർച്ച നോക്കുമ്പോൾ നമ്മുടെ കമ്പനി ചെയ്തത് എന്താ വെച്ചാൽ കിട്ടിയ ടേൺ ഓവറിന്റെ 50% ഏകദേശം 2.5 കോടി രൂപ നമ്മളെ പോലുള്ള സാധാരണക്കാരിലേക്ക് എത്തിച്ചു തന്ന ഒരു മഹത്തായ ഒരു കമ്പനിയുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 175-ലധികം ലക്ഷാധിപതികളെയും 70-ലധികം റിസൾട്ടുകളും ഇന്ന് ദിനേന നമ്മളുടെ ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ടുകളുണ്ടാകും. നമുക്കറിയാം ഈ ഒരു പ്രൊഡക്റ്റ് കൃത്യമായി റിസൾട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ട് ഒരുപാട് പേരെ വലിയ നിലയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു 1.5 വർഷത്തിനുള്ളിൽ ബെസ്റ്റ് ആയുർവേദിക് സ്റ്റാർട്ടപ്പ് 2024 എന്ന അവാർഡ് കൂടി ലഭിച്ചിട്ടുണ്ട്. നമുക്ക് കേരള മാർക്കറ്റിംഗ് കമ്പനി ഓഫ് ദ ഇയർ, അതാണ് 2025-26 ബെസ്റ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എന്ന അവാർഡ് ലഭിച്ചിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ ബിസിനസ് പ്ലാൻ. ഏതൊരു കമ്പനിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇത് എവിടെയെങ്കിലും ഉള്ള കമ്പനിയാണോ, അല്ലെങ്കിൽ ഇതിന്റെ ബിസിനസ് പ്ലാൻ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഈ ഒരു കമ്പനി ലീഗലി സർട്ടിഫൈഡ് ആണോ എന്ന്. നമ്മുടെ കമ്പനിയുടെ എല്ലാ തരം ലീഗൽ സർട്ടിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള 8 സംസ്ഥാനങ്ങളിൽ, നമ്മുടെ കേരളത്തിലധികം അടുക്കാം 8 സംസ്ഥാനങ്ങളിൽ ഫുൾ ലീഗൽ സർട്ടിഫിക്കേഷൻ ക്ലാരിഫൈ ചെയ്തിട്ടുള്ള കമ്പനിയാണ് മണിയറായ മാർക്കറ്റിംഗ് എന്നത്. എന്താണ് നമ്മുടെ കമ്പനി സെല്ലിംഗ് മേഖലയിൽ നിലനിൽക്കുന്ന ഈ കമ്പനി ഒരു പ്രൊഡക്റ്റ് ഓറിയന്റഡ് ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നാച്ചുറൽ പാത്ത് ടു വെൽനസ്. നമ്മളെല്ലാവരും ഇൽനെസ് മേഖലയെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ജീവിതശൈലി കൊണ്ടുകൊടുക്കുന്നവരാണ്. എന്നാൽ ഇൽനെസ് മേഖലയേക്കാൾ ഏറ്റവും കൂടുതൽ നമുക്ക് അതിന്റെ പ്രതിവിധിയേക്കാൾ പ്രധാനമെന്ന ആപ്തവാക്യത്തെ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്ക് ആദ്യമായി പറയപ്പെടാം. ഹെൽത്തി എവരിഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള മിനറൽസും പ്രോട്ടീൻസും നമ്മുടെ ശരീരത്തേക്ക് എത്തും. അതുപോലുള്ള ഒരുപാട് ആയുർവേദിക് പ്രൊഡക്റ്റുകളെ നമ്മളുടെ ദൈനംദിന രോഗങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കും മാറ്റം ലഭിക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് മണിയറായ മാർക്കറ്റിംഗ്. നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ട്രിപ്പിൾ സ്റ്റെം സെൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഏതൊരു രോഗത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. രക്തഓട്ടമോ അതിനോടനുബന്ധിച്ചുണ്ടാവുന്ന സെൽ ഡാമേജുകൾ, അതായത് നമ്മളുടെ കോശങ്ങളുടെ നാശമാണ്. ഈ കോശങ്ങൾ ഡാമേജ് ആവുന്നതിലൂടെ നമ്മുടെ അവയവങ്ങൾ ഡാമേജ് ആവുകയും അതുമൂലം ആ അവയവവുമായി റിലേറ്റ് ചെയ്ത ഒരുപാട് രോഗങ്ങളിലേക്ക് നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ സ്റ്റെം സെൽ എന്ന് പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് സ്റ്റെം സെൽ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് നമ്മളുടെ റൂട്ട് കോശങ്ങൾ, അതായത് നമ്മളുടെ സെല്ലുകളുടെ അടിസ്ഥാനമായിട്ടുള്ള റൂട്ട് കോശങ്ങളെ റെഡിയാക്കാനുള്ളതാണ്. ഇത് പ്ലാന്റ് ബേസ്ഡ് ആണ്. മനുഷ്യന്റെ റൂട്ട് കോശങ്ങൾ, അതായത് അടിവേരെന്ന് തന്നെ നമുക്ക് പറയാം. ഈ റൂട്ട് കോശങ്ങൾ ഡാമേജ് ആയാൽ നമ്മളുടെ ശരീരത്തിന്റെ മൊത്തം കാര്യങ്ങൾ തന്നെ താറുമാറാകും. റൂട്ട് കോശങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഈ കോശങ്ങൾക്ക് മറ്റൊരു കോശമായിട്ട് മാറാനും ഒപ്പം തന്നെ വീണ്ടും റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളതാണ്. ഇത്തരത്തിലുള്ള സ്റ്റെം സെൽ പ്രൊഡക്റ്റ് ആണ്, അതായത് ഇതിന്റെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റെം സെൽ പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനികളുള്ളത്. ഒരുപാട് രോഗമുക്തീകരണത്തിനും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന്റെ സെൽ ഡാമേജ് കുറയ്ക്കുന്നതിനും സെല്ലിന്റെ റെജുവിനേഷനും പുതിയ സെല്ലുകളുടെ റീജനറേഷനും എല്ലാം ഉപകാരപ്പെടുന്ന ഈ പ്രൊഡക്റ്റ് നമുക്ക് കമ്പനി അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഒരുപാട് ഡയബ കെയർ തുടങ്ങി ഒരുപാട് പ്രൊഡക്റ്റുകൾ കമ്പനി അവതരിപ്പിക്കുന്നതാണ്. ഇനി നമ്മുടെ അഗ്രികൾച്ചറൽ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, കാരണം ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളും വിഷമുക്തമാണ്, വിഷമയമായ നമ്മുടെ ഇതില് എല്ലാം രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ ജൈവ വളങ്ങളായിട്ടുള്ള കൃത്യമായി ജൈവ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നമ്മളുടെ കൃഷിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ആൻഡ് ഹെൽത്ത് കെയർ. നമ്മൾ ഒരുപാട് സൗന്ദര്യം എന്ന് പറയുന്നത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളൊന്ന് ഭംഗി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര സന്തോഷവാനായിരിക്കും. ഈ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പലതരത്തിലുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ക്രീമുകളും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ വാങ്ങി തേക്കാറുണ്ട്. ഇതിന്റെ സൈഡ് എഫക്ട് നമ്മൾ ആരും ചിന്തിക്കാറില്ല. പല കെമിക്കൽസും നമ്മളുടെ കിഡ്നിയെ സാരമായി ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്കിൻ ഡാമേജ് ആക്കുന്ന രീതിയിൽ സ്കിൻ ക്യാൻസറുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്കുള്ള പല പ്രൊഡക്റ്റുകളുമാണ് നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മണിറായ മാർക്കറ്റിൽ നമുക്ക് സപ്ലൈ ചെയ്യുന്ന ഈ പ്രൊഡക്റ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി നാച്ചുറൽ ആയിട്ടുള്ള ഹാംഫുൾ കെമിക്കൽസ് ഫ്രീ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വരുത്തുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഹോം കെയർ ആൻഡ് പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ് നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ പല സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നമ്മൾ വാങ്ങാറുണ്ട്. നമുക്ക് പല പ്രൊഡക്റ്റുകളും നമ്മളുടെ കയ്യിലാക്കുമ്പോൾ പോലും നമുക്ക് എന്താ വെച്ചാല് സ്കിൻ അലർജീസ് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ മണിറായ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു തരത്തിലുള്ള ഹാംഫുൾ എഫക്റ്റും ഉണ്ടാക്കാത്ത പ്രൊഡക്റ്റുകളാണ്. ഒപ്പം തന്നെ ടൂത്ത് പേസ്റ്റ്, അതുപോലെ തന്നെ സോപ്പ്, എങ്ങനെ ബ്രഷ് തുടങ്ങി ഒരുപാട് പ്രൊഡക്റ്റുകൾ അവതരിപ്പിച്ചിരിക്കുന്ന ഈ കമ്പനി നമുക്ക് അടുത്തതായിട്ട് നമ്മളുടെ യുണീക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ബയോ മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് ഇന്ന് നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. എന്നാൽ കേൾക്കാത്ത ഒരുപാട് പേര് ഇന്ന് ഇതിലുണ്ടാകും. ബയോ മാഗ്നറ്റിക് തെറാപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ചികിത്സാ രീതികളെ കുറിച്ചിട്ടുണ്ട്. അതായത് മോഡേൺ മെഡിസിൻ, ആയുർവേദം, അലോപ്പതി, അതുപോലെ തന്നെ നാച്ചുറോപ്പതി. ഇതിലെ നാച്ചുറോപ്പതിയിൽ പെടുന്ന ഒരു ചികിത്സാ രീതി അല്ലെങ്കിൽ ഒരു ജീവിത ശൈലിയിലൂടെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന, നമ്മളുടെ ജീവിതശൈലിയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു ചികിത്സാ രീതി തന്നെയാണ് ബയോ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. ബയോ മാഗ്നറ്റിക് തെറാപ്പി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്താണെന്നുള്ളത്. ജൈവ കാന്തിക ചികിത്സ. ഇതില് ഏറ്റവും വലിയ പ്രധാനമായിട്ട് നമുക്കറിയാം, കൊറോണ കാലം നമ്മളെല്ലാം കഴിഞ്ഞു വന്നിട്ടുള്ള ആൾക്കാരാണ്. കൊറോണ കാലത്ത് ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉള്ള ഒരുപാട് പേര് മരണപ്പെട്ടു പോയ 90% ആൾക്കാരുടെയും പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോയി. നമ്മളെല്ലാവരും ശ്വസിച്ചാൽ കിട്ടുന്ന ഈ ഓക്സിജൻ എന്തുകൊണ്ട് ശരീരത്തിൽ കുറഞ്ഞു പോയെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഓക്സിജൻ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ബ്ലഡ് ആണ്. ഈ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പദാർത്ഥമാണ് ബ്ലഡിന് കളർ നൽകുന്ന ഹീമോഗ്ലോബിൻ ആണ് എന്ത് ചെയ്യുന്നത്, ബ്ലഡിന് സപ്ലൈ ചെയ്യുന്നത്. ഈ സപ്ലൈ കറക്റ്റ് അല്ലാതായിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞു പോകും. ഈ സപ്ലൈ കറക്റ്റ് ആണെങ്കിൽ എന്ത് വേണം, അതിനൊരു എനർജി വേണം. ഈ എനർജി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് മണ്ണിൽ നിന്നാണ്. ഇത് കൃത്യമായി കിട്ടാത്തതിന്റെ പേരിലാണ് നമ്മളുടെ എനർജി, അതായത് ചെരുപ്പിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി നമ്മൾക്ക് മണ്ണിൽ നിന്നുള്ള ആ എനർജി മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാതാവുകയും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ താറുമാറാവുകയും അതുമൂലം നമ്മൾ ഒരുപാട് രോഗങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. എന്നാൽ മണിറായ മാർക്കറ്റിംഗ് സപ്ലൈ ചെയ്യുന്ന ഈ ബയോ മാഗ്നറ്റിക് തെറാപ്പി നമ്മൾ വിചാരിക്കും ഇതൊരു കുറഞ്ഞ കാലം കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഏകദേശം 2000 വർഷത്തിന് മുന്നേ നിലവിലുള്ള ഒരു ചികിത്സാ രീതിയാണ് ബയോ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. 2000-3000-ലധികം ബുക്കുകൾ തന്നെ ബയോ മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ അലോപ്പതിയിലും ഈ മാഗ്നറ്റിക് തെറാപ്പിയുടെ പല കാര്യങ്ങളും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു വേൾഡ് ക്ലാസ് ചികിത്സാ രീതിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ അതായത് കാന്തം ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ അല്ലെങ്കിൽ കാന്തിക ചികിത്സ, ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കാന്തത്തിന്റെ പേര് നിയോഡൈമിയം എന്നാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാന്തം എന്താണ്? സ്പീക്കറിന്റെ പുറകിൽ കാണുന്ന ആ കറുത്ത കളറുള്ള കാന്തമാണ്. എന്നാൽ ഈ കാന്തം കറുത്ത കളറല്ല, ആ ഇലക്ട്രോ മാഗ്നറ്റ് അല്ല, ഇതൊരു ജൈവ കാന്തമാണ്. ഈ ജൈവ കാന്തം എന്ന് പറയുന്നത് ഒരു മണ്ണാണ്. ഇത് നമുക്ക് കാണപ്പെടുന്നത് സൗത്ത് കൊറിയ, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ ഭൂമിയുടെ നിരപ്പിൽ നിന്ന് 600-800 അടി താഴ്ചയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്ന ഈ മണ്ണിന്റെ പേരാണ് നിയോഡൈമിയം. പീരിയോഡിക് ടേബിളിലെ 60ാമത്തെ മൂലകമായ റയർ എർത്ത് എലമെന്റ് ആയ ഈ ഒരു മാഗ്നറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു മണ്ണിനെ നിക്കൽ കോട്ടിംഗ് കൊടുത്ത് ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഒരു ബട്ടൺ രൂപത്തിലാക്കി അത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ് നമ്മളുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ബയോ മാഗ്നറ്റിക് തെറാപ്പി, എന്തിന് നമ്മൾ ബയോ മാഗ്നറ്റിക് തെറാപ്പി ഉപയോഗിക്കണം? നമ്മളെല്ലാവരും പല രീതിയിൽ അസുഖങ്ങൾക്ക് അടിമകളാണ്. 35 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും റെഗുലർ ചെക്കപ്പ് ചെയ്യണമെന്നാണ് നമ്മളുടെ ഹെൽത്ത്, അതായത് WHO തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ 35 വയസ്സാകുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള രോഗങ്ങളെല്ലാം നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡയഗ്നോസ് ചെയ്യണം. അതിനാണ് നമ്മളോട് ചെക്കപ്പുകൾ ചെയ്യാൻ പറയുന്നത്. എന്നാൽ ഈ ഒരു പ്രായത്തിൽ നമ്മളെല്ലാവരും ചിന്തിക്കുക രോഗം വരട്ടെ എന്നിട്ട് നോക്കാം എന്നുള്ള മൈൻഡ് സെറ്റ് ആണ് പൊതുവെ മലയാളികൾക്കുള്ളത്.
എന്നാൽ ബയോമാഗ്നറ്റിക് തെറാപ്പി ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രതിരോധം, അതായത് പ്രതിവിധിയേക്കാൾ പ്രാധാന്യമുള്ള പ്രതിരോധത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ബയോമാഗ്നറ്റിക് തെറാപ്പി. ഇതിലെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിയോഡൈമിയം മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഹാൻഡ് ബെൽറ്റ് ആണ്. ഈ ഹാൻഡ് ബെൽറ്റിൽ ഏകദേശം 28ഓളം നിയോഡൈമിയം മാഗ്നറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ വലത് കൈയിൽ കെട്ടുന്നതിലൂടെ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവുകയും, അത് മാത്രമല്ല ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവുന്നതിലൂടെ ബൈ ഡിഫോൾട്ട് നമ്മളുടെ ശരീരത്തിലെ ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇത് നമ്മളുടെ BP കൺട്രോൾ ചെയ്യാൻ നമ്മളുടെ ശരീരത്തിൽ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾ വലത് കൈയിൽ കെട്ടുമ്പോൾ ഹൈ BP ആയിട്ടുള്ള ആളുകൾക്ക് BP നോർമൽ ലെവലിലേക്ക് മാറാനും, നോർമൽ BP ഉള്ളവരും വലത് കൈയിൽ തന്നെയാണ് ഈ ഹാൻഡ് ബെൽറ്റ് ധരിക്കേണ്ടത്. രണ്ടാമതായിട്ട് ഈ BP ലോവർ ആയിട്ടുള്ള, അതല്ലെങ്കിൽ ലോ BP ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവരുടെ ഇടത് കൈയിൽ കെട്ടിക്കഴിഞ്ഞാൽ BP നോർമൽ ആവുന്നതാണ്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പെയിൻ റിലീഫ് ബാൻഡ് എന്ന് പറയും. നമ്മളെല്ലാവരും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്ന ആൾക്കാരാണ്. വേദന വന്നു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഒരു കാര്യമേ അറിയുള്ളൂ, ഒരു പാരസെറ്റമോൾ വാങ്ങും, അത് കഴിക്കും. പാരസെറ്റമോൾ കൊണ്ട് ഒതുങ്ങാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള വല്ല പെയിൻ കില്ലേഴ്സും യൂസ് ചെയ്ത് നമ്മളുടെ വേദനയെ മാറ്റിക്കളയും. എന്നാൽ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയോ? ഒരു രോഗം നമ്മൾ മാറാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു രോഗത്തിന്റെ താൽക്കാലിക ശമനത്തിന് വേണ്ടി നമ്മൾ ഈ ഗുളിക കഴിക്കുന്നു, ഒപ്പം തന്നെ മറ്റൊരു രോഗത്തെ ഗിഫ്റ്റായി വാങ്ങുകയും ചെയ്യുകയാണ്. പെയിൻ കില്ലേഴ്സ് സ്ഥിരമായി കഴിക്കുന്നവർക്ക് കിഡ്നി ഡാമേജ് വന്നു പോകും, അതായത് കിഡ്നി നശിച്ചു പോകും. കിഡ്നി നശിച്ചു പോകുന്നതിലൂടെ ഇന്ന് കേരളത്തിൽ നമ്മൾ എടുത്താൽ, കേരളത്തിന്റെ കണക്കെടുത്താൽ മനസ്സിലാവും, ഡയാലിസിസ് സെന്ററുകളുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, മലയാളിയുടെ അൺഹെൽത്തി ഭക്ഷണ രീതിയും, ഒപ്പം തന്നെ മലയാളി കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്ത പെയിൻ കില്ലേഴ്സിന്റെ അമിതമായ, അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗമാണ്. നമ്മളുടെ പെയിൻ റിലീഫ് ബാൻഡ് എന്ന് പറയുന്നത് മൈഗ്രെയിൻ പോലുള്ള തലവേദനയ്ക്ക് ഈ പെയിൻ റിലീഫ് ബാൻഡ് നമ്മളുടെ തലവേദന വരുന്നവർ തലയിൽ നെറ്റിയിൽ ഒന്ന് ചുറ്റിവെച്ച് 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമ്മളുടെ വേദന മാറുന്നതാണ്, വിത്തൗട്ട് എനി സൈഡ് എഫക്ട്. ഈ ബയോമാഗ്നറ്റിക് തെറാപ്പിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു സൈഡ് എഫക്റ്റും നമ്മൾക്ക് തരുന്നില്ല എന്നതാണ്. ഈ ഒരു മാഗ്നറ്റിക് റിസ്റ്റ് ബാൻഡ് അല്ലെങ്കിൽ ഹാൻഡ് ബെൽറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ, നമ്മളുടെ പെയിൻ റിലീഫ് ബാൻഡ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മളുടെ തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ മാറുന്നതാണ്. ഇനി സ്ട്രെസ്, പലർക്കും ഇന്ന് ടെൻഷനും സ്ട്രെസ് ഉള്ളവരാണ്. സ്ട്രെസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേ മാഗ്നറ്റിക് റിസ്റ്റ് ബാൻഡ് നമ്മളുടെ തലയുടെ പുറകു ഭാഗത്തേക്കായി കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേദന മാറാനാണ്. ഈ മാഗ്നറ്റിക് ഹാൻഡ് ബെൽറ്റ് അല്ലെങ്കിൽ ഈ ഒരു പെയിൻ റിലീഫ് ബാൻഡ് നമുക്ക് ഷോൾഡറിൽ വേദന ഉണ്ട് ഷോൾഡറിൽ ചുറ്റാം, കാൽമുട്ടിൽ വേദന ഉണ്ട് കാൽമുട്ടിൽ ചുറ്റാം, കഴുത്തിൽ വേദന ഉണ്ട് കഴുത്തിൽ ചുറ്റാം. യൂറിക് ആസിഡിന്റെ വേദന അനുഭവിക്കുന്നവർക്ക് കാലിന്റെ ഉപ്പൂറ്റിയോട് ചേർന്ന് കെട്ടിവെച്ചാൽ അതിനും വേദനയ്ക്ക് ശമനം ലഭിക്കുന്നതാണ്. മുട്ടുവേദന എന്ന് തുടങ്ങി എല്ലാ വേദനയ്ക്കും ഉപയോഗിക്കാവുന്ന ഒരു മൾട്ടി പർപ്പസ് പ്രൊഡക്റ്റ് തന്നെയാണ് ഈ പെയിൻ റിലീഫ് എന്ന് പറയുന്നത് ബാൻഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കയ്യിലും കെട്ടി ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം കയ്യിൽ കെട്ടുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിജന്റെ ഡെഫിഷ്യൻസി കുറയ്ക്കുകയും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറാക്കി മാറ്റുകയും ചെയ്യുന്നു. നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആണ് വാട്ടർ എനർജി പാഡ്, ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ്. ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്താണെന്നുള്ളത്. ഇന്ന് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മരണമാണ് കുഴഞ്ഞു വീണ് മരണം. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ചെറുപ്പക്കാരായ ആരോഗ്യവാനായ വ്യക്തികൾ, ഒരു രോഗത്തിനും അടിമകളില്ലാത്ത വ്യക്തികൾ ഇന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നതിന് പലതരം കാരണങ്ങൾ ഉണ്ടെങ്കിലും അത് പൂർണ്ണമായി കണ്ടെത്തിയിട്ടില്ലെങ്കിലും നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാരണമുണ്ട്: മലയാളികളുടെ വെള്ളം കുടി കുറവാണ്. മാത്രമല്ല അമിതമായ മരുന്നുകളുടെ ഉപയോഗം, അമിതമായ അൺഹെൽത്തി ഭക്ഷണ രീതി, കൂടാതെ കൊറോണ വാക്സിൻ എടുത്തതിലൂടെ നമ്മളുടെ ശരീരത്തിലൂടെ ബ്ലഡിന്റെ തിക്നെസ് കൂടുന്നുണ്ടെന്ന് ഓൾറെഡി അത് പ്രൊവൈഡ് ചെയ്ത കമ്പനികൾ തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. ഈ എല്ലാം അവസ്ഥയിലൂടെ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ലാതാകുന്നു. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ലാതായാൽ മലയാളികൾ എന്ത് സംഭവിക്കും? നമുക്ക് എന്ത് സംഭവിക്കും? കുഴഞ്ഞു വീണ് വരാം, ഹാർട്ട് അറ്റാക്ക് ബ്ലോക്ക് തുടങ്ങിയ അവസ്ഥയിലേക്ക് വരികയും നമ്മൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന എന്ന അവസ്ഥയിലേക്ക് പോകുന്നതാണ്. നമ്മൾ ഒരു ആരോഗ്യവാനായ വ്യക്തി 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിക്കണം. 20 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 5 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാണ്. അപ്പൊ 60 കിലോ അല്ലെങ്കിൽ 80 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ എന്ത് ചെയ്യണം? 20 ഗ്ലാസ് വെള്ളം കൃത്യമായി കുടിക്കേണ്ടതുണ്ട്. നമ്മൾ ആരെങ്കിലും കൃത്യമായിട്ട് വെള്ളം കുടിക്കാറുണ്ടോ? രാവിലെ 1 ഗ്ലാസ് കുടിച്ചാൽ പിന്നെ ചോറ് നിന്നുമ്പോഴാണ് അടുത്ത ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇതാണ് മലയാളിയുടെ രീതി. എന്നാൽ ഈ ഒരു രീതിയെ മാറണം. നമ്മൾ കുറച്ചു കാലമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരു രീതിയുണ്ട്, ചൂടുവെള്ളം. ചൂടുവെള്ളം കുടിച്ചാൽ നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിലും
ഒപ്പം തന്നെ നമുക്ക് നഷ്ടപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വെള്ളം ശുദ്ധമായ വെള്ളമാണെന്ന് ഉറപ്പുവരുത്തിയാൽ നിങ്ങൾ എന്തുകൊണ്ടും പച്ചവെള്ളം ഉപയോഗിക്കുന്നത് നല്ലത്. പച്ചവെള്ളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഓക്സിജൻ റിച്ച് ആയ വെള്ളമാണ്. രണ്ടാമതായിട്ട് ആ വെള്ളത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ധാതുക്കളുണ്ട്, നല്ല മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, എന്നാൽ വല്ലാതെ കട്ടിപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ബയോ മാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ് നമ്മൾ ചുറ്റിവെച്ച ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ചില്ല് ബോട്ടിലിൽ അല്ലെങ്കിൽ ഗ്രേഡ് കൂടിയ പ്ലാസ്റ്റിക് ബോട്ടിലിൽ നമ്മുടെ വാട്ടർ എനർജി പാഡ് ചുറ്റിവെക്കുകയും വീട്ടിലെ പച്ചവെള്ളം നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിറച്ചു വെച്ച് ഒരു 15 മുതൽ അരമണിക്കൂർ വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോ ക്ലസ്റ്ററിംഗ് എന്ന പ്രോസസ്സ് നടക്കും. ജലതന്മാത്ര കൂട്ടങ്ങളെ വിഘടിപ്പിച്ച് ജലത്തിനെ സ്ട്രക്ചേർഡ് വാട്ടറാക്കി മാറ്റുകയും എക്സഗണൽ ഷേപ്പിലുള്ള സ്ട്രക്ചേർഡ് വാട്ടറാക്കി മാറ്റുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കൃത്യമായി അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആഗിരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വെള്ളത്തെ മാറ്റുന്നു. നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളത്തിന്റെ 20% മാത്രമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നതെങ്കിൽ ബയോ മാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ് ഉപയോഗിച്ചിട്ടല്ല ഈ വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മളുടെ ശരീരത്തിലേക്ക് 80 മുതൽ 90% വരെ വെള്ളം ഉപകാരപ്പെടുകയും അതുമൂലം നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവുകയും ചെയ്യും. കാരണം നമ്മളുടെ ബ്ലഡിന്റെ 50%, അതായത് ബ്ലഡിലെ പ്ലാസ്മയുടെ 90% എന്ന് പറയുന്നത് എന്താണ്? വാട്ടറാണ്. ഈ വാട്ടറിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിന്റെ തിക്നെസ് കൂടും, വിസ്കോസിറ്റി കൂടും. വിസ്കോസിറ്റി കൂടിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും? നമ്മളുടെ ബ്ലഡിന്റെ ഒഴുക്ക് കുറയും. ഒഴുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ബ്ലോക്ക് വരാനും പ്ലാക്ക് അടിഞ്ഞുകൂടി അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ് അടിഞ്ഞുകൂടി നമ്മളുടെ ശരീരത്തിൽ പ്ലാക്ക് അഥവാ ബ്ലോക്ക് വരാനാകുകയും ബ്ലോക്ക് വന്ന് നമുക്ക് അറ്റാക്ക് തുടങ്ങിയ അവസ്ഥയിലേക്ക് പോകും. എന്നാൽ ബയോ മാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ് ഉപയോഗിക്കുന്ന വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവുകയും ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറച്ച് ബ്ലഡിന്റെ ഒഴുക്ക് കറക്റ്റ് ആക്കുകയും അതുമൂലം ബ്ലോക്ക്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് വരാനുള്ള സാധ്യതകളെ കുറയ്ക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഈ വാട്ടർ കുടിക്കുന്നതിലൂടെ നമ്മളുടെ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ എല്ലാ വിഷാംശങ്ങളും പുറന്തള്ളാൻ ഉപകാരപ്പെടുന്നു. അതുപോലെ തന്നെ അൾസർ, നെഞ്ചരിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർക്ക് അത് മാറാൻ ഉപകാരപ്പെടുന്നു, ആശ്വാസം നൽകുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത്. കൂടാതെ തന്നെ നമ്മളുടെ ശരീരത്തിൽ കിഡ്നി സ്റ്റോൺ, മൂത്രക്കല്ല് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ്. ഈ മൂത്രക്കല്ല് മാറാനും ഈ വാട്ടർ എനർജി പാഡ് ഉപകാരപ്പെടുന്നു. ഇതൊരു മൾട്ടി പർപ്പസ് പ്രോഡക്റ്റ് ആണ്. വെരിക്കോസ് വെയിൻ തുടങ്ങിയ അവസ്ഥകളുള്ള ആളുകൾക്ക് എന്ത് ചെയ്താൽ മതി? അവരുടെ കാലിൽ ചുറ്റിവെച്ച് ഉപയോഗിച്ചാൽ വെരിക്കോസ് വെയിന് 100 അല്ല 1000% ആശ്വാസം നൽകിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ബയോ മാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ്. നമ്മൾ ഇതോടൊപ്പം മറ്റുള്ള പ്രൊഡക്റ്റുകൾ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? കൃത്യമായിട്ടുള്ള രോഗശമനം അല്ലെങ്കിൽ രോഗത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ കാരണമാകും. അടുത്തതായിട്ട് ബയോ മാഗ്നറ്റിക് മാട്രസ് പാഡ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിൽ മലയാളി അല്ലെങ്കിൽ ലോകത്താകമാനം ആളുകൾ സെർച്ച് ചെയ്ത ഒരേ ഒരു കാര്യമുള്ളൂ, എങ്ങനെ ഉറങ്ങാമെന്ന്. ഇന്ന് ഉറക്കം കൃത്യമല്ലാത്ത ആളുകളാണ് നമ്മളെല്ലാവരും ഉള്ളത്. മലയാളികളായാലും നമ്മളുടെ വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളായാലും പല രാജ്യങ്ങളിലുള്ള ആളുകളാണെങ്കിലും നമ്മളുടെ ഉറക്കം എന്ന് പറയുന്നത് ഇന്ന് 3-4 മണിക്കൂറാണ്. ഒരു വ്യക്തി ആരോഗ്യവാനായിരിക്കണമെങ്കിൽ മിനിമം 6 മണിക്കൂറെങ്കിലും, അറ്റ്ലീസ്റ്റ് 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നവരാണെങ്കിൽ അവൻ ആരോഗ്യവാനായിരിക്കും. ഇന്ന് ഉറക്കം കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള മെയിൻ്റനൻസ് നടക്കും. ഉറക്കത്തിലാണ് നമ്മുടെ ശരീരത്തിന്റെ മെയിൻ്റനൻസ് നടക്കുന്നത്. നമ്മൾ കൃത്യമായി 9 മണിക്ക് ഉറങ്ങണമെന്നാണ് പറയുന്നത്. 5 മണിക്ക് മുന്നേ എഴുന്നേൽക്കണമെന്നാണ് സയൻസ് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിന്റെ റിപ്പയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. ഈ സമയത്ത് കൃത്യമായിട്ട് റിപ്പയറിംഗ് നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പുതിയ സെല്ലുകൾ ജനിക്കുന്നതിനും സെല്ലുകളുടെ ഡാമേജ് കുറയ്ക്കുന്നതിനും നടക്കില്ല. കൃത്യമായി ബയോ മാഗ്നറ്റിക് മാട്രസ് പാഡ്, ഈ ഒരു മാട്രസ് പാഡ് നമ്മൾ കിടക്കുന്ന കിടക്കയുടെ മുകളിൽ അല്ലെങ്കിൽ ബെഡിന്റെ മുകളിൽ വിരിച്ച് അതിന്റെ മുകളിൽ ഒരു കോട്ടന്റെ ബെഡ്ഷീറ്റ് ഇടണം. ഒപ്പം തന്നെ ഒരു ബയോ മാഗ്നറ്റിക് പില്ലോ പാഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി. ഇത് നമ്മളുടെ തലയണ കവറിന്റെ ഉള്ളിൽ വെച്ച് നമ്മൾ ഇതിൽ കിടക്കുന്നതിലൂടെ നമ്മളുടെ ശരീരം ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് നിലകൊള്ളുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്രീക്വൻസികളിൽ നിലകൊള്ളുന്ന നമ്മുടെ ശരീരം കൃത്യമായി ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവുകയും അതുമൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മെയിൻ്റനൻസ് കൃത്യമായി നടക്കുകയും ഒപ്പം നമുക്കുണ്ടാകുന്ന 200-ലധികം അസുഖങ്ങൾ, ഷുഗർ, കൊളസ്ട്രോൾ, വെരിക്കോസ്, തൈറോയിഡ്, സോറിയാസിസ്, പൈൽസ്, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ നിരവധി അസുഖങ്ങളിൽ നിന്ന് മുക്തമാകാനോ അല്ലെങ്കിൽ അതിന്റെ സാധ്യത കുറയ്ക്കാനോ അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കാനോ ഉപകാരപ്പെടുന്ന ഒരു മാട്രസ് കൂടിയാണിത്. ഇതില് ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഏകദേശം 1.5 മണിക്കൂർ നമ്മളെ മുറ്റത്തുകൂടെ ചെരുപ്പിടാതെ നടന്നാൽ എന്തെല്ലാം ഗുണങ്ങൾ ലഭിക്കും അതെല്ലാം ലഭിക്കുന്നതാണ്. നമ്മുടെ കമ്പനിയുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് മണി റായയുടെ പ്രീമിയം ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഈ പ്രീമിയം ബ്ലാങ്കറ്റ് എന്തിനു ഉപയോഗിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്.
നമ്മൾ ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഹാഫ് തെറാപ്പി മാത്രമാണ് സംഭവിക്കുന്നത്. നമ്മളുടെ മുകളിലുള്ള ഭാഗം, അതായത് ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് കൃത്യമായിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് കേൾക്കുന്നില്ല. അതുമൂലം ആ ഭാഗത്തുള്ള സർക്കുലേഷൻ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ നമ്മൾ ഈ മാഗ്നറ്റിക് ബെഡ് ഉപയോഗിക്കുന്നതിനൊപ്പം പ്രീമിയം ബ്ലാങ്കറ്റ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മളൊരു സാൻഡ്വിച്ച് ചെയ്ത പോലെയാണ്. ഫുള്ളായിട്ട് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ ഇടുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്നതിലൂടെ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവുകയും നമ്മളുടെ ശരീരത്തിലേക്ക് ഫുൾ തെറാപ്പിയിലൂടെ ഹീലിംഗ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കാൻ ഉപകാരപ്പെടുകയും ചെയ്യുന്നു. ഇനി നമ്മളുടെ കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങി നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെ നമ്മുടെ ആരോഗ്യം റെഡിയാക്കാൻ പറ്റും. ആരോഗ്യം റെഡിയാക്കുന്നതിനൊപ്പം നമുക്ക് വരുമാനം നേടാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതിനു മുന്നായിട്ട് നമ്മളുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഒന്ന് പരിചയപ്പെടാം. എൻട്രി ബോക്സ് ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന 4000 രൂപയുടെ സ്റ്റെം സെല്ല്, 2 സ്റ്റെം സെല്ല് നമുക്ക് തരുന്നു. 5000 രൂപ വില വരുന്ന 2 സ്റ്റെം സെല്ല് നമുക്ക് എന്ത് ചെയ്യുന്നു? എൻട്രി ബോക്സ് ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് അതുപോലെ തന്നെ വൈറ്റാലിറ്റി ബോക്സ് എന്ന് പറയുന്നത് 4599 രൂപ. ഇതിലൊരു സ്റ്റെം സെല്ലും ഒരു റിസ്റ്റ് ബാൻഡും അടങ്ങുന്നതാണ്. ഒപ്പം തന്നെ മിനി എക്സ്പ്ലോറർ ബോക്സ്, ഞാൻ പറഞ്ഞ നമ്മുടെ ബ്ലാങ്കറ്റ്, പ്രീമിയം ബ്ലാങ്കറ്റിന് 999, അതായത് 9995 രൂപ വില വരുന്ന ഈ ഒരു മാഗ്നറ്റിക് ബ്ലാങ്കറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എക്സ്പ്ലോറർ ബോക്സ് ആയിട്ടുള്ള ഫുൾ ഹാഫ് തെറാപ്പി കിറ്റുകളായിട്ടുള്ള നമ്മളുടെ പ്രീമിയം ബെഡോട് കൂടിയുള്ള ഈ ഒരു കിറ്റും, ഒപ്പം തന്നെ വെൽനസ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന വെൽനസ് കിറ്റുകൾ അടങ്ങുന്ന ഒരു കിറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം 12500 ഡബിൾ ബ്ലാങ്കറ്റും, ഒപ്പം തന്നെ 13,100 ഒരു ഫുൾ സൈസ് ബ്ലാങ്കറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി. ഒപ്പം 16,000 രൂപയുടെ 2 സിംഗിൾ ബ്ലാങ്കറ്റിന്റെ ഒരു കോംബോ പാക്ക് നമുക്ക് തരുന്നു. ഒപ്പം തന്നെ അൾട്ടിമേറ്റ് വെൽനസ് കിറ്റുകളായിട്ടുള്ള ബെറി ജ്യൂസും കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള മറ്റു പ്രൊഡക്റ്റുകളും കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കമ്പനിയിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എലൈറ്റ് ബോക്സ്, അല്ലെങ്കിൽ എലൈറ്റ് കംഫർട്ട് ബോക്സ് എന്ന് പറയുന്നത്. എലൈറ്റ് ബോക്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 2 പ്രൊഡക്റ്റുകൾ, അതായത് ഒരു ഫുൾ കിറ്റ്, ഹാഫ് തെറാപ്പി കിറ്റിന്റെ മൊത്തമായിട്ടുള്ള ബെഡും മാട്രസ് പാഡും, ഒപ്പം തന്നെ വാട്ടർ എനർജി പാഡ്, റിസ്റ്റ് ബാൻഡ് എല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു കോംബോ പാക്ക് നമുക്ക് 2 എണ്ണം, അതായത് ഒരു വീട്ടിലേക്ക്, ഒരു കുടുംബത്തിലേക്കുള്ള 2 എണ്ണം നമുക്ക് ലഭിക്കുന്നു. 18,500 രൂപ വരുന്ന ഈ 2 സിംഗിൾ മാഗ്നറ്റിക് ബെഡ് അടങ്ങുന്ന ഈ ഒരു കിറ്റും 18,000 രൂപ അടങ്ങുന്ന ഡബിൾ കിറ്റ് അടങ്ങുന്ന ഒരു ഡബിൾ ബെഡ് അടങ്ങുന്ന ഒരു കിറ്റും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ 2 സിംഗിൾ സിംഗിൾ ബെഡ് വാങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 21,000 രൂപ കൊടുക്കണം. എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റ് 2 എണ്ണം ഒന്നിച്ച് വാങ്ങുന്നതിലൂടെ നമുക്ക് 2,500 രൂപ ലാഭവും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ 25,999 രൂപയുടെ വെൽനസ് സെഷൻസ് ഒരു കിറ്റും, 33,000 രൂപയുടെ ഫാമിലി പാക്ക് ഫുൾ തെറാപ്പി, ഡബിൾ ഫാമിലി പാക്ക് ഫുൾ തെറാപ്പിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ്. നമ്മുടെ ബയോമാഗ്നറ്റിക് തെറാപ്പി പ്രൊഡക്റ്റുകളും വെൽനസ് പ്രൊഡക്റ്റുകളും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മളുടെ ആരോഗ്യം നന്നാക്കാൻ പറ്റും. ഒപ്പം തന്നെ മണി റായ മാർക്കറ്റിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വേൾഡ് ക്ലാസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മളുടെ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതിലൂടെ. നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ നമ്മളുടെ ആരോഗ്യം ലഭ്യമാകുന്നു, ആരോഗ്യം നന്നാവുന്നു. ഒപ്പം തന്നെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് നൽകി നമുക്ക് മണി റായ മാർക്കറ്റിംഗിൽ ഒരു ID രജിസ്ട്രേഷൻ നടത്താം. രജിസ്ട്രേഷൻ നടത്തുന്നതിലൂടെ നമ്മളുടെ പവർഫുൾ ബിസിനസ് പ്ലാനിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. ഇന്ന് ലോകത്താകമാനം നിലകൊള്ളുന്ന ഏറ്റവും പവർഫുൾ ആയ ഒരു ബിസിനസ് രീതിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിലേക്ക് നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ ആരോഗ്യത്തിന് വാങ്ങിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മണി റായ മാർക്കറ്റിംഗിലൂടെ എൻ്റർ ചെയ്യുകയാണ്. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 3 തരത്തിലുള്ള ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി ഇൻകം, വീക്കിലി ഇൻകം, മന്ത്ലി ഇൻകം. ഇന്ന് സാധാരണക്കാര കൂലിപ്പണിക്കാരനാണെങ്കിൽ അവന് ഡെയിലി ഇൻകം മാത്രമാണ് ലഭിക്കുന്നത്. ഒപ്പം ഒരു സാലറി ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് മന്ത്ലി ഇൻകം. ഇത് 3 പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് മണി റായ മാർക്കറ്റിംഗ് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കമ്പനി നമുക്ക് വേണ്ടി ഒരു കാര്യം കൂടി വളരെ വ്യക്തമായി ചെയ്തിട്ടുണ്ട്. മന്ത്ലി ഇൻകം ആയിട്ടുള്ള നമ്മളുടെ ഇൻകത്തെ കമ്പനി നമുക്ക് വീക്കിലി തരാൻ കൂടി നമ്മളെ സന്തോഷപൂർവ്വം അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ഈ ബിസിനസ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമുക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യുന്നതാണ്. എൻട്രി ബോക്സ് എന്ന് പറയുന്നത് 4,000 രൂപയുടെ സ്റ്റെം സെല്ല്. കമ്പനി ഇതിന് ഒരു പോയിന്റ് കണക്കാക്കിയിട്ടുണ്ട്, പോയിന്റ് വാല്യൂ, പ്രൊഡക്റ്റ് വാല്യൂ എന്നൊക്കെ നമുക്ക് പറയാം. 1000 പോയിന്റ് ആണ് 4,000 രൂപയുടെ പ്രൊഡക്റ്റിന്. അതുപോലെ തന്നെ മിനി എക്സ്പ്ലോറർ ബോക്സ് എന്ന് പറയുന്ന ബ്ലാങ്കറ്റിന് 3000 പോയിന്റും, എക്സ്പ്ലോറർ ബോക്സ് എന്ന് പറയുന്നത് 10,499 രൂപയുമാണ്. വളരെ സന്തോഷപൂർവ്വം ഞാൻ വേറൊരു പ്രൊഡക്റ്റിനെ കൂടി നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. നമ്മുടെ കമ്പനി ആൽക്കലൈൻ വാട്ടർ
പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മിഷൻ നമ്മളിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്. 13,999 രൂപ വരുന്ന 3000 PV വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആൽക്കലൈൻ വാട്ടർ കുടിക്കുന്നതിലൂടെ നമ്മളുടെ ശരീരത്തിൽ ആസിഡ് റിഫ്ലക്സ് കുറയ്ക്കാൻ സഹായിക്കുകയും നമ്മളുടെ വെയിറ്റ് മാനേജ്മെന്റിൽ ഹെൽപ്പ് ചെയ്യുകയും pH ബാലൻസിൽ ഉപകാരപ്പെടുകയും ക്യാൻസർ രോഗികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ആൽക്കലൈൻ വാട്ടർ എന്ന് പറയുന്നത്. ഈ ആൽക്കലൈൻ വാട്ടർ മിഷൻ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഏതൊരു വീട്ടിലേക്കും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആൽക്കലൈൻ വാട്ടർ മിഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ക്യാൻസർ രോഗികളെ കീമോ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന പലതരം പ്രശ്നങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു ആൽക്കലൈൻ വാട്ടർ മിഷൻ. ഒപ്പം തന്നെ 2000 ലിറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ആൽക്കലൈൻ വാട്ടർ. 13,999 രൂപ കൊടുത്താൽ ദിവസം 500 ml മാത്രം നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ചാൽ മതി. 500 ml ഒരാളുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് 500 ml, ഒരു 60-80 കിലോ ഉള്ള ഒരാൾ ഒരു 500 ml, അതിൽ കുറവുള്ളവർ അതിന് അനുപാതികമായിട്ട് കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ രാവിലെ എഴുന്നേറ്റുമാടെ വെറും വയറ്റിലാണ് ഈ വെള്ളം കുടിക്കേണ്ടത്. ഈ ആൽക്കലൈൻ വാട്ടർ കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ pH ബാലൻസ് ആകപ്പെടുകയും ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ, ഹാർട്ട് ബേൺ തുടങ്ങിയ അവസ്ഥയുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണ്. അത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. താൽക്കാലികമായി ടെമ്പററി ആയി നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ആൽക്കലൈൻ വാട്ടർ എന്ന് പറയുന്നത്. വെയിറ്റ് മാനേജ്മെന്റിന്, അതുപോലെ തന്നെ ബോൺ ഹെൽത്തിനെല്ലാം ആൽക്കലൈൻ വാട്ടർ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ തന്നെ പവർ ബോക്സ് ആയിട്ടുള്ള 16,000 രൂപയുടെ പ്രൊഡക്റ്റ് 7,500 രൂപയും 7,500 പോയിന്റും, സിംഗിൾ ഫുൾ തെറാപ്പി 7,500 പോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. എലൈറ്റ് ബോക്സ് 7,500 രൂപ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി നമ്മളുടെ ഈ ബിസിനസ് പ്ലാനിലേക്ക് നമ്മൾ എങ്ങനെ എൻട്രി ചെയ്യും? നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി നമ്മളുടെ ID വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ബിഗിനർ എന്ന പൊസിഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. എൻട്രി ലെവൽ പൊസിഷൻ ആയിട്ട് നമ്മൾ ബിഗിനർ എന്ന സ്ഥാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും നമ്മളിലൂടെ ഈ ഒരു പ്രൊഡക്റ്റ് 3000 പോയിന്റിന്റെ, ഞാൻ നേരത്തെ പോയിന്റ് വാല്യൂ എല്ലാം പറഞ്ഞു, 3000 പോയിന്റിന്റെ ഒരു പ്രൊഡക്റ്റ് 2 പേരിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ക്രൈറ്റീരിയ ഫിൽ ചെയ്യുകയാണ്. നമ്മൾ ഏതൊരു ജോലിക്ക് കയറി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു കാര്യങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യും, ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. ആ ക്രൈറ്റീരിയ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 3000 പോയിന്റിന്റെ പ്രൊഡക്റ്റുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് തെറാപ്പി കിറ്റ് നമ്മൾ ഒരു മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ക്രൈറ്റീരിയ വിൻ ചെയ്യുകയും വെൽക്കം ബോണസ് ആയിട്ട് 750 രൂപയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒപ്പം തന്നെ 2,500 രൂപ വില വരുന്ന ഒരു സ്റ്റെം സെൽ പൗഡർ കൂടി കമ്പനി നമ്മളിലേക്ക് ഫ്രീ ആയിട്ട് കമ്പനി തരുന്നു. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 3,250 രൂപയോളം വെറുത്ത് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എൻട്രി ലെവലിൽ നമ്മൾ ക്രൈറ്റീരിയ വിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മുടെ ബിസിനസ് പ്ലാൻ ഇതെന്ന് പറയുന്നത് നമ്മുടെ ട്രയൽ വേർഷൻ ആണ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് പ്ലാനിലേക്ക് നമ്മൾ നോക്കാം. 4,000 രൂപയുടെ സ്റ്റെം സെല്ലിന്റെ അല്ലെങ്കിൽ 4,599 രൂപയുടെ നമ്മുടെ സ്റ്റെം സെല്ലും റിസ്റ്റ് ബാൻഡും അടങ്ങുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന PV എന്ന് പറയുന്നത്, പ്രൊഡക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1000 പോയിന്റ് ആണ്. ഈ 1000 പോയിന്റ് നമ്മളുടെ ഓർഗനൈസേഷൻ വണ് നമ്മൾ 2 പേരിലേക്ക് റെഫർ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരാൾ നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ, മറ്റൊരാൾ മറ്റൊരു ഓർഗനൈസേഷനുമാണ്. ഈ 2 ഓർഗനൈസേഷനിലും കൂടി 1000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മളോ നമ്മളുടെ ടീമിലൂടെ നമ്മൾ കൊണ്ടുവന്നവരിലൂടെ എത്തുന്നതിലൂടെ നമുക്ക് ആദ്യമായി ലഭിക്കുന്നത് ഈ 2 പോയിന്റുകളെ കമ്പനി എന്ത് ചെയ്യും, കൂട്ടുന്നതാണ്. 1000 PVയും കൂട്ടിക്കഴിഞ്ഞാൽ 2000 PVയോട് 0.33 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 660 രൂപ. നമുക്ക് 4,000 രൂപയുടെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതിലൂടെ 660 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. TDS കട്ട് ചെയ്ത് ബാക്കി എമൗണ്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ്. ഒപ്പം തന്നെ ഇതേ 2 പ്രൊഡക്റ്റുകൾ നമ്മൾ ഡയറക്റ്റ്, നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മളുടെ ടീമിലൂടെ എത്തിച്ചേർന്നാലും ഇതേ ഒരു 660 രൂപ നമുക്ക് ലഭിക്കുന്നതാണ്. അതിന് ഒരു ദിവസം തന്നെ നടക്കണമെന്നില്ല. ഇന്നൊരു പ്രൊഡക്റ്റ് നമ്മൾ വേറൊരാൾക്ക് സപ്ലൈ ചെയ്തു, അതിന് ഒരു ആഴ്ച കഴിഞ്ഞിട്ടോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ ഇനി 1.5 കൊല്ലം കഴിഞ്ഞിട്ടോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യും, ഈ 660 രൂപ കൃത്യമായി ലഭിക്കുന്നതാണ്. ഇനി ഇതിനൊരു ലെഫ്റ്റ് പ്രൊമോഷനും റൈറ്റ് പ്രൊമോഷനും എമൗണ്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. വിത്തിൻ 7 days നമ്മളിലൂടെ 2 പേരെ നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്യണം. അതിലൂടെ 4,000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ റെഫർ ചെയ്യുന്നതിലൂടെ 500 രൂപ ലെഫ്റ്റ് പ്രൊമോഷൻ ബോണസായും റൈറ്റ് പ്രൊമോഷൻ ബോണസായി വേറെ 500 രൂപയും ലഭിക്കുന്നു. അപ്പം ടോട്ടൽ 1000 രൂപ പ്രൊമോഷൻ ബോണസും ഒപ്പം മാച്ചിങ് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതായത് മാച്ചിങ് ബോണസ് പറയുന്നത് നമ്മളുടെ 2 സൈഡിലുള്ള PVകൾ മാച്ച് ചെയ്ത് കിട്ടുന്ന ആ ബോണസിലൂടെ നമുക്ക് 660 രൂപയും ലഭിക്കുന്നു. ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ 1,660 രൂപ ലഭിക്കുന്ന വളരെ ബൃഹത്തായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മണിറായ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് 10,499 രൂപ വരുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. 3,500 PV ആണ് കമ്പനി അതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. 3,500 PV 3,500 PV കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ 7,000 PV ടോട്ടൽ വരും. 7,000 PVയുടെ
ബിവിയോട് 0.33 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് 2310 രൂപയാണ്. 2310 രൂപ ലഭിക്കുന്നതോടൊപ്പം നമ്മൾ ഇത് ഡയറക്റ്റ് റെഫർ വിത്തിൻ 7 days ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടാതെ ഒരു 1500 രൂപ 750 ചെയ്ത് 1500 രൂപ ലഭിച്ച് 3810 രൂപ രണ്ട് പ്രൊഡക്റ്റ് നമ്മൾ, അതായത് രണ്ട് മാഗ്നറ്റിക് തെറാപ്പി കിറ്റ് സപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ബൃഹത്തായ ഓപ്പർച്യൂണിറ്റിയാണിത്. ഒപ്പം തന്നെ ഡബിളിന്റെ ഞാൻ പറഞ്ഞു നമ്മളുടെ എലൈറ്റ് ബോക്സ് അല്ലെങ്കിൽ എലൈറ്റ് കംഫർട്ട് ബോക്സ് എന്ന് പറയുന്ന 7500 PV വാല്യൂ വരുന്ന രണ്ട് പ്രൊഡക്റ്റുകൾ 18,000 18,500 രൂപ വരുന്ന അല്ലെങ്കിൽ 16,000 രൂപ വരുന്ന കിറ്റ് 17,000 രൂപ വരുന്ന കിറ്റുകൾ ഇതിൽ ഏത് തന്നെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലും നമ്മളിലൂടെയോ നമ്മളുടെ ടീമിലൂടെയോ എത്തിക്കഴിഞ്ഞാൽ ഇത് പെയർ മാച്ച് ആകുമ്പോൾ 7,500 പെയർ മാച്ച് ആകുമ്പോൾ ടോട്ടൽ 15,000 PV അതിന്റെ 0.33 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4,980 രൂപ നമുക്ക് മാച്ചിങ് ബോണസ് ആയും. ഒപ്പം തന്നെ ഇത് നമ്മൾ ഡയറക്റ്റ് ആണ് റെഫർ ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് പ്രൊമോഷൻ റൈറ്റ് പ്രൊമോഷനും 1000 രൂപ ഇത് ലഭിച്ച് ടോട്ടൽ 6,950 രൂപ രണ്ട് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതിന്, രണ്ട് പ്രൊഡക്റ്റ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ ആരോഗ്യം നന്നാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ നമ്മളുടെ മാച്ചിങ് ബോണസിന് കമ്പനി ഒരു ലിമിറ്റ് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ കമ്പനിയുടെ 2 സൈക്കിൾ ആയിട്ടാണ് കമ്പനി തിരിച്ചിട്ടുള്ളത്. അതായത് രാവിലെ 5 മുതൽ വൈകിട്ട് 5 വരെ ഒരു സൈക്കിൾ, അതുപോലെ തന്നെ വൈകിട്ട് 5 മുതൽ പുലർച്ചെ 5 വരെ ഒരു സൈക്കിൾ. അങ്ങനെ 2 സൈക്കിളാണ് ഒരു 24 മണിക്കൂർ വരുന്നത്. ഇങ്ങനെ ഈ ഒരു സൈക്കിളിൽ ഫസ്റ്റ് സൈക്കിളിൽ നമുക്ക് മാക്സിമം മാച്ചിങ് ബോണസ് ആയി ലഭിക്കുന്നത് ഒരു സൈക്കിളിൽ ലഭിക്കുന്നത് 5000 പോയിന്റ് ആണ്. 5000 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 7,575 പോയിന്റ് പെയർ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ 2 സൈക്കിളിലൂടെ നമുക്ക് 10,000 രൂപ മാച്ചിങ് ബോണസ് ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഡെയിലി ബോണസ് ആയി, ആദ്യം മാച്ചിങ് ബോണസ് പറഞ്ഞു, അതുപോലെ തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡെയിലി പെർഫോമൻസ് ബോണസ്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ വർക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരുപാട് പേര് ചേർന്നിട്ടുള്ള ഒരുപാട് പേരുടെ ബിസിനസ് ആണിത്. നമ്മുടെ കൂടെ വരുന്നവരുടെയും വിജയത്തിലൂടെയും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ കൂടെ വരുന്ന നമ്മളുടെ ടീമിലൂടെ 2 സെയിലുകൾ, അതായത് ഈ 2 സെയിൽ എടുക്കുമ്പോൾ 4,000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല, 10,499 അല്ലെങ്കിൽ 9,995 രൂപ മുതലുള്ള പ്രൊഡക്റ്റുകളാണ് ഇതിനു വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ 2 സെയിലുകൾ നമ്മളുടെ ലെഫ്റ്റ് ഓർഗനൈസേഷനിലും റൈറ്റ് ഓർഗനൈസേഷനിലും നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് 1000 രൂപ ലഭിക്കുന്നു. ഒപ്പം തന്നെ 4 സെയിൽ ലെഫ്റ്റ്, അത് വിത്തിൻ 12 hours നടക്കണം. അതായത് നമ്മളുടെ ഒരു സൈക്കിളിൽ 2 സെയില് ലെഫ്റ്റ് ഓർഗനൈസേഷനിലും 2 സെയിൽ റൈറ്റ് ഓർഗനൈസേഷൻ നടക്കുന്നത് 1000 രൂപയും, 4 സെയിൽ റൈറ്റ് ഓർഗനൈസേഷനിലെയും ലെഫ്റ്റ് ഓർഗനൈസേഷനിൽ നടക്കുന്നതിലൂടെ 3000 രൂപയും, അതുപോലെ തന്നെ 8 സെയിൽ നടക്കുകയാണെങ്കിൽ 5000 രൂപയും, 10 സെയിൽ ലെഫ്റ്റിലും റൈറ്റിലുമായി നടക്കുന്നതിലൂടെ 12 മണിക്കൂർ നമുക്കാണെങ്കിൽ ഒരു 12 മണിക്കൂറിൽ ഡെയിലി പെർഫോമൻസ് ബോണസ് ആയിട്ട് 7,000 രൂപ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ 7,000 രൂപ 2 സൈക്കിളാണ് ഒരു ദിവസം ഉള്ളത്. അങ്ങനെ 2 സൈക്കിളിലൂടെയും നമുക്ക് 7,000 + 7,000 14,000 രൂപ, മാച്ചിങ് ബോണസ് ആയിട്ട് 10,000 രൂപ, അങ്ങനെ ഒരു ദിവസം 24,000 രൂപ ലഭിക്കുന്ന, ഒരു മാസത്തിൽ 24,000 രൂപ പലർക്കും ലഭിക്കുന്നുണ്ടാവില്ല. ഒരു ദിവസം 24,000 രൂപ ലഭിക്കാൻ ഉതകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മണി റായ മാർക്കറ്റിംഗ് നമ്മളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ബിഗിനറായി വന്ന് നമ്മളുടെ ക്രൈറ്റീരിയ വിൻ ചെയ്യുന്നതിലൂടെ നമ്മൾ എത്തുന്ന ഒരു റാങ്ക് എന്ന് പറഞ്ഞാൽ സെയിൽസ് പ്രൊമോട്ടർ എന്ന് പറയുന്ന റാങ്കാണ്. നമുക്ക് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കും, ഏതൊരു ബിസിനസ്സിൽ കയറിയാലും ഏതൊരു ജോലിക്ക് കയറിയാലും നമ്മൾ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമുക്ക് വളർച്ച വേണം അല്ലെങ്കിൽ നമുക്ക് ഉയർച്ച വേണം. ഇവിടെയും കമ്പനി ഒരു ഉയർച്ച നൽകുന്നുണ്ട്. ആ ഉയർച്ചയ്ക്ക് നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നമ്മളുടെ സെയിൽസ് പ്രൊമോട്ടർ റാങ്കിൽ നിന്ന് സെയിൽസ് ഹെഡ് എന്ന റാങ്കിലേക്ക് എത്താൻ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ നമ്മളിലൂടെ 3 ഡയറക്റ്റ് റെഫറലിന്റെ 7,500 BV പ്രൊഡക്റ്റുകൾ ലെഫ്റ്റ് ഓർഗനൈസേഷനിലും റൈറ്റ് ഓർഗനൈസേഷനിലും ചെയ്യുക. അതായത് 18,500 16,000 രൂപയുടെയോ 7,500 PV വരുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ ഡയറക്റ്റ് 3 പേരിലേക്ക് ക്രൈറ്റീരിയ വിൻ ചെയ്തതിന് ശേഷം എത്തിക്കുക. ഒപ്പം തന്നെ അത് ലെഫ്റ്റിലും റൈറ്റിലും നടക്കാം. ഒപ്പം തന്നെ നമ്മളുടെ ടീമിലൂടെ ഈ ഒരു 7,500 BVയുടെ 30 സെയിലും ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ സെയിൽസ് ഹെഡ് എന്ന പൊസിഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. നേരത്തെ സെയിൽസ് പ്രൊമോട്ടർ ആയിരുന്നപ്പോൾ നമുക്ക് ഡെയിലി ലഭിക്കുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം, മാച്ചിങ് ബോണസ് ആയി നമുക്ക് ലഭിക്കുന്നത് 10,000 രൂപയാണ്. അതായത് ഒരു സൈക്കിളിൽ 5,000 രൂപയാണ്. എന്നാൽ സെയിൽസ് ഹെഡ് ആവുന്നതിലൂടെ ഒരു സൈക്കിളിൽ നമുക്ക് ലഭിക്കുന്നത് 7,500 രൂപ മാച്ചിങ് ബോണസും, അതുപോലെ തന്നെ
2 സൈക്കിളുകളിൽ ചേർത്തിട്ട് 15,000 രൂപ മാച്ചിങ് ബോണസ് ആയിട്ട് ലഭിക്കുന്നു. ഒപ്പം തന്നെ നമ്മളുടെ ഡെയിലി പെർഫോമൻസ് ബോണസിലും നമുക്കൊരു ഇൻക്രിമെന്റ് ലഭിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സെയിൽസ് പ്രൊമോട്ടറിൽ നമുക്ക് ലഭിക്കുന്നത് 2 സെയിൽ നടക്കുമ്പോൾ 1000 രൂപ. അത് സെയിൽസ് ഹെഡിലും അത് തന്നെയാണുള്ളത്. എന്നാൽ 4 സെയിൽ നടക്കുമ്പോൾ 3000 രൂപയും 8 സെയിൽ നടക്കുമ്പോൾ അത് സെയിൽസ് പ്രൊമോട്ടറിൽ 5000 രൂപയാണെങ്കിൽ സെയിൽസ് ഹെഡിലെത്തുമ്പോൾ 6000 രൂപയായിട്ട് നമുക്ക് ഉയരുകയാണ്. 10 സെയിൽ നടക്കുമ്പോൾ സെയിൽസ് പ്രൊമോട്ടറിൽ 7000 രൂപയാണെങ്കിൽ അത് സെയിൽസ് ഹെഡിൽ എടുക്കുമ്പോൾ ഒരു 12 മണിക്കൂറിൽ 9000 രൂപയും 12 മണിക്കൂറിൽ നമുക്ക് 18,000 രൂപ, അതായത് ഒരു 24 മണിക്കൂർ 18,000 രൂപ ഡെയിലി പെർഫോമൻസ് ബോണസ് ആയിട്ടും നമുക്ക് ലഭിക്കുന്നതാണ്. ടോട്ടലി 15,000 പ്ലസ് 18,000 33,000 രൂപ ഡെയിലി ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് സെയിൽസ് ഹെഡ് എന്ന് പറയുന്ന ആ ഒരു റാങ്ക്. സെയിൽസ് ഹെഡ് എന്ന റാങ്കിലേക്ക് എല്ലാവരും എത്തിച്ചേരുവാൻ വളരെ പെട്ടെന്ന് തന്നെ ശ്രമിക്കുക. സെയിൽസ് ഹെഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് 33,000 രൂപ ലഭിക്കും. ഇനി നമ്മളിപ്പോൾ എല്ലാവരും ചിന്തിക്കും, നമുക്കൊരു ടീം ആയി കഴിഞ്ഞാൽ നമ്മളുടെ ടീമിൽ ഒരുപാട് സെയിലുകൾ നടക്കും, അല്ലെങ്കിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്യും, അതിലൂടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യപ്പെടുന്നു. അതുമൂലം നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ PV കൾ വാഷ് ഔട്ട് ആവും. എന്നാൽ മറ്റൊരു കമ്പനിയും തരാത്ത ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമ്മുടെ കമ്പനി തരികയാണ്. വീക്കിലി ബോണസ് ആയി നമ്മളുടെ ടീമിലൂടെ ഒരു 7,500 പോയിന്റിന്റെ, നമ്മളൊരു 18,500 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഒരാളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് 7,500 പോയിന്റ് കിട്ടും. നമ്മളുടെ വീക്കിലി ഒരു ആഴ്ചക്കുള്ളിൽ, അതായത് തിങ്കൾ മുതൽ ഞായറാഴ്ച വരെയുള്ള ആ ഒരു 7 ദിവസത്തിനുള്ളിൽ നമ്മളിലൂടെയോ നമ്മളുടെ ടീമിലൂടെയോ ഒരു 30,000 പോയിന്റ്, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 4 ഡബിളിന്റെ സെയില് അല്ലെങ്കിൽ 4 എലൈറ്റ് ബോക്സിന്റെ സെയില് നടക്കുകയോ, അതായത് ലെഫ്റ്റ് ഓർഗനൈസേഷനിലും റൈറ്റ് ഓർഗനൈസേഷനിലും 30,000 PV മാച്ച് ആവുന്നതിലൂടെ കമ്പനി നമുക്ക് വീക്കിലി ബോണസ് ആയിട്ട് തരുന്നത് 10%. അതായത് ഈ PV യുടെ 10% എന്ന് പറഞ്ഞാൽ 3,000 രൂപയായി നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് ഓർഗനൈസേഷനിലും റൈറ്റ് ഓർഗനൈസേഷനിലൂടെയും 70,000 PV മാച്ച് ചെയ്യുകയാണെങ്കിൽ 12% 8,400 രൂപയും 1,75,000 PV നടക്കുകയാണെങ്കിൽ 15% 15% നമുക്ക് പൈസ തരുന്നു. 15% എന്ന് പറയുമ്പോൾ 26,280 രൂപ നമുക്ക് ലഭിക്കുന്നു. 3.5 ലക്ഷം PV ലെഫ്റ്റ് ഓർഗനൈസേഷനും റൈറ്റ് ഓർഗനൈസേഷനും ഒരു വീക്കിൽ മാച്ച് ആവുകയാണെങ്കിൽ 63,000 രൂപ, അതായത് 18%, 3.5 ലക്ഷം PV-യുടെ 18% 63,000 രൂപ നമുക്ക് ലഭിക്കുന്നു. ഒപ്പം തന്നെ 7 ലക്ഷം PV, ഇതാണ് ഇതിന്റെ മാക്സിമം എന്ന് പറയുന്നത്. 7 ലക്ഷം PV നമ്മളുടെ ലെഫ്റ്റ് ഓർഗനൈസേഷനിലൂടെയും റൈറ്റ് ഓർഗനൈസേഷനിലൂടെയും മാച്ചിങ് ആണ്. 7 ലക്ഷം PV എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, വളരെ കുറഞ്ഞതാണ്. ഏകദേശം 100-ൽ താഴെ പ്രൊഡക്റ്റുകൾ പെയർ മാച്ച് ചെയ്യാൻ പറ്റിയാൽ മതി. നമുക്കെന്ത് പറ്റി? 7 ലക്ഷം PV-യിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട് എത്തിച്ചേരാൻ പറ്റും. കൃത്യമായിട്ട് പറഞ്ഞാൽ 93 പ്രൊഡക്റ്റ് പെയർ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീക്കിൽ നമ്മളുടെ ടീമിലൂടെ പെയർ മാച്ച് ചെയ്താൽ 20% 1,40,000 രൂപ. നമ്മൾ ഏത് ജോലി എടുത്താൽ നമുക്ക് 1,40,000 രൂപ കിട്ടും. അങ്ങനെ ഒരു ബൃഹത്തായ ഓപ്പർച്യൂണിറ്റി മണിറായ മാർക്കറ്റ് നമ്മൾ മുന്നിലേക്ക് എത്തുകയാണ്. ടോട്ടലി നമ്മളറിയാം, ഒരു മന്ത്ലി നമുക്ക് മാച്ചിങ് ബോണസ് ആയിട്ട് 33,000 രൂപ പെർ ഡേ ലഭിക്കുന്നു. 30 ദിവസത്തേക്ക് 9,90,000 രൂപയും, അതുപോലെ തന്നെ നമ്മളുടെ വീക്കിലി ബോണസ് ആയിട്ട് 1,40,000 രൂപ വെച്ച് 4 വീക്കിലേക്ക് 5,60,000 രൂപയും, ടോട്ടലി 15,50,000 രൂപ നമ്മളുടെ ബൈനറി ഇൻകമായി നമുക്ക്, നമ്മളുടെ PV ഇൻകമായി, മാച്ചിങ് ഇൻകമായി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. ഏത് ജോലി ചെയ്താൽ, നമ്മൾ ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി ഒരു ബിസിനസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വരുമാനം ലഭിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖലയുടെ നെടുന്തൂൺ എന്ന് പറയുന്നത് റീപർച്ചേസ് ആണ്. റീപർച്ചേസ് പ്രൊഡക്റ്റുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകൾ ഉണ്ട്, ഒപ്പം തന്നെ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ ഉണ്ട്, ഹോം കെയർ പ്രൊഡക്റ്റുകൾ ഉണ്ട്, ആയുർവേദിക് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള മാഗ്നറ്റിക് പ്രൊഡക്റ്റുകളുള്ള പല പ്രൊഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, റീപർച്ചേസിലൂടെ ലഭിക്കുന്നതാണ്. നമ്മൾ റീപർച്ചേസില് നമുക്ക് 2 തരത്തിലുള്ള ബെനിഫിറ്റ് ലഭിക്കുന്നതാണ്. ഒന്ന് യൂസർ ബെനിഫിറ്റും മറ്റൊന്ന് നമ്മളുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നതിനുള്ള ഒരു ബെനിഫിറ്റും. നമുക്ക് യൂസർ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. ഏതൊരു പ്രൊഡക്റ്റിനും ഒരു MRP ഉണ്ടാകും, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. നമ്മളുടെ കമ്പനിയും ഓരോ പ്രൊഡക്റ്റിനും MRP നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ MRP-യുടെ 20% നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന്റെ 20% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആയിട്ട് കമ്പനി തരുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ്, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മളൊരു സോപ്പ് വാങ്ങിയാൽ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പ്, പേസ്റ്റ്, ലോഷൻ, ഷാമ്പു, ഓയിൽ അങ്ങനെ തുടങ്ങി ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാത്ത
നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രൊഡക്റ്റ്, ആയുഷ് മിനിസ്ട്രിയുടെ അംഗീകാരമുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയുടെ നീം സോപ്പിന് MRP 60 രൂപയാണ് വരുന്നത്. ഈ 60 രൂപ വരുന്ന പ്രൊഡക്റ്റ് നമ്മൾ കമ്പനിയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് 20% ഡിസ്കൗണ്ടിൽ 48 രൂപയ്ക്ക് നമുക്ക് ആ പ്രൊഡക്റ്റ് ലഭിക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? 20% ലാഭം ലഭിക്കും. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിയാൽ നമുക്ക് 20% ലാഭം ലഭിക്കും ഇല്ല. ഇനി നമ്മൾ ഏതൊരു സൂപ്പർ മാർക്കറ്റിനും കൃത്യമായി ഒരു 2500 രൂപയുടെ പ്രൊഡക്റ്റ് ഓരോ മാസവും വാങ്ങി നമ്മളൊരു 3 മാസം വാങ്ങി കഴിഞ്ഞാൽ 4ാമത്തെ മാസം ഒരു മറ്റൊരു കടയിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഹോൾസെയിലറിൽ നിന്നോ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുമോ? എന്നാൽ നമ്മുടെ കമ്പനി അത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് തരുന്നുണ്ട്. 2500 രൂപയുടെ പ്രൊഡക്റ്റ് 3 മാസം തുടർച്ചയായി വാങ്ങുകയാണെങ്കിൽ 4ാമത്തെ മാസം തികച്ചും 2500 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് തരുന്നതാണ്. നമ്മളിപ്പോ 2500 പ്രൊഡക്റ്റ് 4ാമത്തെ മാസം നമ്മളൊരു 3000 രൂപയുടെ പ്രൊഡക്റ്റാണ് വാങ്ങാൻ ഉദ്ദേശിച്ചതെങ്കിൽ നമ്മൾ വെറും 500 രൂപ അടിച്ചാൽ മൊത്തം 3000 രൂപയുടെ പ്രൊഡക്റ്റ്, അതായത് 2500 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയും 500 രൂപയുടെ പ്രൊഡക്റ്റ് പൈസ കൊടുത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ ഇനി നമ്മൾ 5000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് ഒരു മാസത്തിൽ വാങ്ങുന്നതെങ്കിൽ, അങ്ങനെ 3 മാസം തുടർച്ചയായി വാങ്ങുകയാണെങ്കിൽ 5000 രൂപയുടെ പ്രൊഡക്റ്റ് 4ാമത്തെ മാസം നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. 10000 രൂപയാണെങ്കിൽ 10000 രൂപയുടെ പ്രൊഡക്റ്റ് ലഭിക്കുന്നു. ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, 2 മാസം നമ്മൾ 5000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി 3ാമത്തെ മാസം നമ്മൾ 4999 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് വാങ്ങുന്നതെങ്കിലും നമ്മളുടെ നെക്സ്റ്റ് അതിന്റെ തൊട്ട് താഴെയുള്ള സ്ലാബ് 2500 രൂപയുടെ കിറ്റ് മാത്രമേ ലഭിക്കും. അപ്പൊ 2 മാസം തുടർച്ചയായിട്ട് 2500 5000 പ്രൊഡക്റ്റ് വാങ്ങുന്നതാണ്. 3ാമത്തെ മാസവും ആ എമൗണ്ടിനോ അതിൽ കൂടുതലോ ആയിട്ട് വാങ്ങാൻ ശ്രമിക്കുക. നമുക്ക് അപ്പോൾ തികച്ചും അത്രയും എമൗണ്ടിന്റെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇനി പല കമ്പനികളും നമുക്കറിയാം, പല കമ്പനികളും പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് റീപർച്ചേസ് പ്രൊഡക്റ്റുകൾ ഒരുപാട് വരാനുണ്ട്, ഇനി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ക്ഷണിക്കാറ്. എന്നാൽ നമ്മുടെ കമ്പനിക്ക് ഓൾറെഡി 100-ലധികം പ്രൊഡക്റ്റുകൾ നിലവിലുണ്ട്. കൂടാതെ പല കമ്പനികളിൽ നമ്മൾ ഈ ഒരു മേഖലയിൽ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് എല്ലാ മാസവും നിർബന്ധിത റീപർച്ചേസ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നു. എന്നാൽ മണി റായ മാർക്കറ്റിംഗ് ലൈഫിൽ 1 ടൈം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മതി. അത് 5000 PV. നമ്മളുടെ ഓരോ റീപർച്ചേസ് പ്രൊഡക്റ്റിനും കമ്പനി ഒരു BV കണക്കാക്കിയിട്ടുണ്ട്, ബിസിനസ് വോളിയം എന്ന് പറഞ്ഞാൽ. നമ്മളുടെ സോപ്പിന് 48 രൂപയുടെ സോപ്പിന്, അതായത് 60 രൂപ MRP വരുന്ന നീം സോപ്പിന് 10 PV ആണ്. അതുപോലെ തന്നെ നമുക്കൊരു സൺസ്ക്രീൻ ഉണ്ട്, അതിന് 250 PV ആണ്. നമ്മളുടെ ഡയബാ കെയർ പ്രൊഡക്റ്റിന് 250 PV ആണ്. നമ്മളുടെ റിസ്റ്റ് ബാൻഡ് ഉണ്ട്, മാഗ്നറ്റിക് റിസ്റ്റ് ബാൻഡ് 1440 രൂപ വരുന്നത്, അതിന് 600 PV ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തത്. അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ ഉണ്ട്, അതിന് 1000 PV 2499 രൂപ വരുന്ന 2400 രൂപ വരുന്ന പ്രോട്ടീൻ പൗഡറിന് കമ്പനി 1000 PV ആണ്. ഇങ്ങനെ ഒരു PV ഉണ്ട്. നമ്മൾ ഒരു മാസത്തിൽ 5000 PV-യുടെ, അതായത് ഒരു കലണ്ടർ മന്തിൽ ഒന്നിച്ച് വാങ്ങണമെന്നില്ല, 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഈ 5000 PV-യുടെ പ്രൊഡക്റ്റ് ലൈഫിൽ 1 ടൈം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ പ്രീമിയം ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ഒരു റാങ്കിലേക്ക് എത്തുകയാണ്. പ്രീമിയം ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്ക് എത്തുകയാണ്. പ്രീമിയം ഡിസ്ട്രിബ്യൂട്ടർ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കമ്പനിയുടെ എല്ലാ വരുമാനങ്ങളും ലഭിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായി നമ്മൾ മാറുകയാണ്. നമുക്ക് അത്തരത്തിലുള്ള ഇൻകം എന്തൊക്കെയാണെന്ന് നമുക്ക് ചെയ്യാം. റീപർച്ചേസിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് റീപർച്ചേസിലൂടെ ഞാൻ പറഞ്ഞു, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 5000 PV-യുടെ റീപർച്ചേസിലൂടെ 1 മന്ത് റീപർച്ചേസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രീമിയം ഡിസ്ട്രിബ്യൂട്ടറായി മാറുകയും ഒപ്പം നമുക്ക് ലെവൽ ഇൻകം എന്ന് പറയുന്ന ഒരു ഇൻകം ലഭിക്കുന്നതാണ്. നമ്മളിലൂടെ റെഫർ ചെയ്യപ്പെടുന്ന, നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു 5 പേരിലേക്ക് നമ്മൾ തുടക്കത്തിൽ റെഫർ ചെയ്തുകൊണ്ട് സെയിൽസ് ഉണ്ടാവുന്ന വ്യക്തി നമ്മുടെ ലെഫ്റ്റ് ജനറേഷനിലും റൈറ്റ് ഓർഗനൈസേഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 5 പേര് റെഫർ ചെയ്യുന്നത്. അതായത് ക്രൈറ്റീരിയ വിൻ ചെയ്യാൻ വേണ്ടി 2 പേരെയും അതുപോലെ തന്നെ 2 പേരെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു. അതുപോലെ തന്നെ 3 പേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് റെഫർ 4 പേരെ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. നമ്മളൊരു 5 പേരെ ഡയറക്റ്റ് റെഫറൽ ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അത് ആ 5 പേര് നമ്മളുടെ ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിലുണ്ട്. ടോട്ടലി നമ്മളുടെ റീപർച്ചേസ് ലെവൽ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് 2 സൈഡും എടുക്കണ്ട, സിംഗിൾ സൈഡിൽ തന്നെ നമുക്ക് എടുത്താൽ കിട്ടുന്നതാണ്. അതിൽ നമുക്ക് വരുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ടോട്ടലി നമ്മളുടെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്തിട്ടുള്ളവരാണ് ഫസ്റ്റ് ജനറേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളൊരു 5 പേരെ ലെഫ്റ്റിലും റൈറ്റിലും ചെയ്യുന്നവൻ, അവരുടെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് 10 പേരാണ്. ഈ 10 പേരിലേക്ക് അവരൊരു 5000 PV-യുടെ പ്രൊഡക്റ്റ് BV-യുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്. അതിനൊരു 2500 SV ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ 2500 രൂപയുടെ SV അല്ലെങ്കിൽ ഒരു 1000 SV-യുടെ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു വ്യക്തിക്ക് ഫസ്റ്റ് ലെവൽ ഇൻകം ആയിട്ട് അതിന്റെ 35%, അതായത് SV-യുടെ 35%, സെയിൽസ് വോളിയത്തിന്റെ 35% നമുക്ക് ഇൻകമായി ലഭിക്കുന്നു. സെയിൽസ് വോളിയത്തിന് 30% അറിയുമ്പോൾ 1000 SV വാങ്ങുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക്
350 രൂപ ലഭിക്കുന്നു. ഇനി നമ്മളുടെ ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞു. സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന വ്യക്തികൾ, നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്ത വ്യക്തികൾ, അവർക്കും ഡയറക്റ്റ് റെഫറൻസ് ഉണ്ടാവല്ലോ. അവർ ഡയറക്ട്ലി റെഫർ ചെയ്യുന്നതാണ് നമ്മളുടെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത്. നമ്മളൊരു ടീമിലേക്ക് ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നു എന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. നമ്മൾ 10 പേരെ നമ്മളുടെ ഫസ്റ്റ് ലെവലിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടീമിൽ വരുന്ന ആ 10 പേരിലേക്കും ഇതേ ഒരു മെത്തേഡ് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ 10 പേരും എന്ത് ചെയ്യും? 10 പേരെ കൊണ്ടുവരാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 100 പേരായി. 100 പേര് ഒരു 1000 SVയുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നിരിക്കുക. അതിന്റെ 8%, അതായത് 2ാമത്തെ ജനറേഷൻ മുതൽ 8ാമത്തെ ജനറേഷൻ വരെ കമ്പനി 8%ആണ് SVയുടെ കൊടുത്തത്. അപ്പം 1000 SVയുടെ 100 പേര് 1000 SV വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര SV നമ്മളുടെ ബിസിനസ് നമ്മളുടെ സെക്കൻഡ് ജനറേഷൻ നടന്നു? 1 ലക്ഷം SVയുടെ ബിസിനസ് സെക്കൻഡ് ജനറേഷൻ നടന്നു. അതിന്റെ 8% എന്ന് പറയുമ്പോൾ 8000 രൂപ നമുക്ക് ലഭിക്കും. ഇനി തേർഡ് ജനറേഷനിലേക്ക് എത്തുമ്പോൾ ഇതേ കാര്യം വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ടാൽ തേർഡ് ജനറേഷനിൽ നമുക്ക് 100 പകരം എന്താകും? 1000 പേരുണ്ടാകും. 1000 പേരാകുമ്പോൾ 1000 പേര് 1000 രൂപ SVയുടെ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര രൂപയുടെ പ്രൊഡക്റ്റിന്റെ സെയിലാണ് നമുക്ക് അവിടെ നടക്കുന്നത്. 1000 SV എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ബിസിനസ് നടക്കും. അതിൽ കൃത്യമായിട്ട് അതിന്റെ 8% എന്ന് പറഞ്ഞാൽ നമുക്ക് 80,000 രൂപ. ഈ റീപർച്ചേസ് എന്ന് പറഞ്ഞാൽ പലരും ചിന്തിക്കുന്നത് 9 ലെവൽ എന്ന് പറയുമ്പോൾ നമ്മളിൽ വരുന്ന 9 പേരാണ്. അല്ല, നമ്മൾ എത്ര പേര് നമ്മളുടെ ഫസ്റ്റ് ജനറേഷൻ ചെയ്യുന്നു അതെല്ലാം നമ്മളുടെ ഡയറക്റ്റ് റെഫറൽ എന്തോ അതെല്ലാം നമ്മുടെ ഫസ്റ്റ് ജനറേഷനും, നമ്മൾ റെഫർ ചെയ്യുന്നവര് എന്താണ് നമ്മളുടെ സെക്കൻഡ് ജനറേഷനും, അവർ റെഫർ ചെയ്ത ആൾക്കാർ വീണ്ടും റെഫർ ചെയ്യുമ്പോൾ അത് നമ്മളുടെ തേർഡ് ജനറേഷൻ ആയിട്ടും വരുന്നു. ഇനി നമ്മളുടെ 9ാമത്തെ ജനറേഷനിൽ കമ്പനി 8%, 8 ജനറേഷൻ വരെ കൊടുക്കുമ്പോൾ 2 മുതൽ 8 വരെയുള്ള ജനറേഷനിൽ നമുക്ക് 8% ലഭിക്കുമ്പോൾ 9ാമത്തെ ജനറേഷനിൽ കമ്പനി 9% നമുക്ക് SVയുടെ 9% ഇൻകമായി തരുന്നു. ഇനി നമുക്ക് 2ാമത്തതാണ് റീപർച്ചേസ് PV. അതായത് റീപർച്ചേസ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ലെവൽ ഇൻകം ആണ്, അതിന് 1 സൈഡ് വന്നാലും മതി. എന്നാൽ റീപർച്ചേസിന് ഒരു മാച്ചിങ് ഇൻകം ഉണ്ട്. ഈ മാച്ചിങ് ഇൻകം ഇന്നേ വരെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. 35% PV മാച്ചിങ്ങിന്റെ 35% ഇൻകം ആയിട്ട് ഇന്ന് വരെ ഇന്ത്യയിലെ നല്ല വേൾഡിൽ ഒരു കമ്പനിയും ചെയ്തിട്ടില്ലാത്ത ഒരു അടിപൊളി ഇൻകം ആണ് കമ്പനി നമുക്ക് ചെയ്യുന്നത്. 1000 BVയുടെ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു, ഒരാൾ 1000 BVയുടെ പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ ഒരു പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കഴിഞ്ഞാൽ 1000 BV ആയി. 2 പ്രോട്ടീൻ പൗഡർ നമ്മളുടെ ലെഫ്റ്റ് ജനറേഷനിലും റൈറ്റ് ജനറേഷനിലും നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ 35% 380 രൂപ നമുക്ക് ഇൻകമായി ലഭിക്കുന്നു. ഇനി 10,000 BV ലെഫ്റ്റിലും റൈറ്റിലും നടക്കുകയാണെങ്കിൽ 3,50,000-ഉം 50,000 BV ലെഫ്റ്റിലും റൈറ്റിലും നടക്കുകയാണെങ്കിൽ 17,500 രൂപയും ലഭിക്കും. ഈ റീപർച്ചേസിന്റെ പ്രത്യേകത എന്താണ്? നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിലോ നമ്മളുടെ പരിചയക്കാരിലോ വീട്ടില് അവര് മണിറായുടെ സോപ്പ് തേച്ചാൽ, സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഇൻകം ലഭിക്കും. പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. നല്ല പ്രൊഡക്റ്റ്, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്, സൈഡ് എഫക്ട്സ് ഇല്ലാത്ത പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഹാംഫുൾ കെമിക്കൽസും ഇല്ലാത്ത പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ നിന്നല്ലേ വാങ്ങുള്ളൂ. അതിനൊരു ലാഭവും ലഭിക്കുന്നു 20%. എല്ലാവരും ഇവിടെ നിന്ന് വാങ്ങല്ലേ. അങ്ങനെ ഒരു റീപർച്ചേസ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വൻ തരത്തിലുള്ള അടിപൊളി ഇൻകം ഇതിലൂടെ നേടാൻ സാധിക്കുന്നതാണ്. റീപർച്ചേസിലൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് MR മാർക്കറ്റിംഗ് പെർ വീക്ക്, ഒരു വീക്കിൽ 7,50,000 രൂപ, 7,50,000 രൂപ ഒരു മന്തിൽ ഒരു വീക്കിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരു വീക്കിൽ 4 മന്താണുള്ളത്. ഒരു മന്തിൽ 4 വീക്കാണുള്ളത്. ഈ 4 വീക്കിലൂടെ നമുക്ക് ഏകദേശം 30 ലക്ഷം രൂപ റീപർച്ചേസിലൂടെ 30 ലക്ഷം രൂപ നമുക്ക് ലഭിക്കുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞു 45,05,000 രൂപ മാച്ചിങ് ബോണസ് ആയിട്ടും 30 ലക്ഷം രൂപ എന്ത് റീപർച്ചേസ് ബോണസ് ആയിട്ടും ഒരാൾ വാങ്ങുന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു മാസത്തെ വരുമാനം ഒന്ന് ചിന്തിച്ചു നോക്കൂ. 75,50,000 രൂപ. ഏത് ബിസിനസ് കോടികൾ മുടക്കിയിട്ട് ഒരു ബിസിനസ് ചെയ്താലല്ലാണ്ട് നമുക്ക് ഇത്തരത്തിലൊരു വരുമാനം ലഭിക്കുമോ? അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണുള്ളത് നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് മണിറായ മാർക്കറ്റിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അടുത്ത് എന്താ വെച്ചാൽ ഒരു റാങ്ക് അച്ചീവ്മെന്റ് സിസ്റ്റമാണ്. റാങ്ക് അച്ചീവ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ജോലിക്ക് കയറിയാലും ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് വളർച്ച വേണം. കമ്പനി നമുക്ക് വളർച്ച നൽകുന്നുണ്ട്. നമ്മളുടെ ഇൻകം ബേസ് ചെയ്ത് നമുക്ക് ഓരോ വളർച്ച നൽകുന്നുണ്ട്, ഓരോ റാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ റാങ്ക് എന്ന് പറയുന്നത് 25,000 രൂപ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർ റാങ്ക് എന്നും, 50,000 രൂപ അച്ചീവ് ചെയ്താൽ റൂബി റാങ്ക് ആയിട്ടും, 1 ലക്ഷം രൂപ അച്ചീവ് ചെയ്താൽ പേൾ റാങ്ക് ആയിട്ടും,
2,50,000 രൂപ എന്ന് എത്തിക്കഴിഞ്ഞാൽ എമറാൾഡ് റാങ്കിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. 5 ലക്ഷം രൂപയാണ് ഒരാൾ എത്തിച്ചേരുന്നതെങ്കിൽ സഫയർ റാങ്കിലേക്കും, 10 ലക്ഷം രൂപ അച്ചീവ് ചെയ്താൽ ഡയമണ്ട് എന്ന റാങ്കിലേക്കും, 25 ലക്ഷം എത്തിച്ചേർന്നാൽ ഡബിൾ ഡയമണ്ട് എന്ന റാങ്കിലേക്കും എത്തിച്ചേരുന്നു. 50 ലക്ഷം രൂപ എത്തിച്ചേർന്നാൽ അവർക്ക് ട്രിപ്പിൾ ഡയമണ്ട് എന്ന പോസ്റ്റിലേക്കും, അതുപോലെ 1 CR അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ റോയൽ ഡയമണ്ട് എന്ന പൊസിഷനിലേക്ക് എത്തിക്കുന്നു. കമ്പനിയുടെ 10 CR അച്ചീവ് ചെയ്യുന്ന ഒരാൾ അംബാസഡർ എന്ന റാങ്കിലേക്ക് എത്തിച്ചേരുമ്പോൾ 25 കോടി വരുമാനം വാങ്ങുന്നത് കമ്പനിയുടെ അൾട്ടിമേറ്റ് റാങ്കായ ക്രൗൺ അംബാസഡർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിച്ചേരുന്നു. ഏതൊരു കമ്പനിയും ഇത്ര രൂപ അച്ചീവ് ചെയ്യാൻ പറ്റും, അത്ര രൂപ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമാണ് പറയാറ്. എന്നാൽ മണിറായ മാർക്കറ്റിംഗിൽ കഴിഞ്ഞ 100 ദിവസത്തെ പ്രവർത്തനത്തിലൂടെ 22 ലക്ഷത്തിലധികം രൂപ വരുമാനം നേടിയിട്ടുള്ള 2 പേര് നമ്മളുടെ കമ്പനിയിലുണ്ട്. നമ്മളുടെ എല്ലാം മെന്റർ ആയിട്ടുള്ള സേവിയർ സാറും അതുപോലെ തന്നെ റാഫി സാറും. ഇവർ 2 പേരും 22 ലക്ഷം രൂപയിലധികം വരുമാനം നേടിക്കഴിഞ്ഞു. ഇവർ നമ്മളുടെ ഡബിൾ ഡയമണ്ട് എന്ന പദവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് നയിക്കുന്ന SIT എന്ന ടീം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയിലാണ് ഇന്ന് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി നമ്മള് ഇതിൽ നിന്ന് ക്രൗൺ അംബാസഡർ എന്ന റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സെയിൽസ് ഹെഡ് എന്ന റാങ്ക്, സെയിൽസ് ഹെഡ് എന്ന പൊസിഷൻ എത്തുന്നുണ്ട്. നമ്മളുടെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ സെയിൽസ് ഹെഡിനെ പ്രൊവൈഡ് ചെയ്താൽ നമ്മൾ സീനിയർ സെയിൽസ് ഹെഡ് ആയും, 2 സെയിൽസ് ഹെഡിനെ ലെഫ്റ്റിലും റൈറ്റിലും കൊണ്ടുവന്നാൽ എക്സിക്യൂട്ടീവ് സെയിൽസ് ഹെഡ് ആയും, 3 പേരെ കൊണ്ടുവന്നാൽ ലീഡ് സെയിൽസ് ഹെഡ് ആയും, 4 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചീഫ് സെയിൽസ് ഹെഡായും എത്തുന്നു. എന്നാൽ 5 സെയിൽസ് ഹെഡിനെ ലെഫ്റ്റ് ഓർഗനൈസേഷനിലും 5 സെയിൽസ് ഹെഡിനെ റൈറ്റ് ഓർഗനൈസേഷനിലും കൊണ്ടുവരുന്നതിലൂടെ മാനേജർ എന്ന പൊസിഷൻ, എല്ലാവരും ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി ട്രൈ ചെയ്യണം. മാനേജർ എന്ന പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കമ്പനി 10 ലക്ഷം രൂപയുടെ ഒരു കാർ ഫണ്ട് നമുക്ക് തരുന്നതാണ്. 10 ലക്ഷം രൂപ വരുന്ന കാർ ഫണ്ട് ലഭിക്കുന്നതിലൂടെ നമ്മൾ മാനേജർ എന്ന പൊസിഷൻ എത്തും. നമ്മളൊരു പാസീവ് ഇൻകം എന്ന ലെവലിലേക്ക് എത്തിച്ചേരുന്നതാണ്. രണ്ടാമതായിട്ട് ഇന്റർനാഷണൽ ടൂർ, ഫാമിലിയോട് ചേർന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ജോലി സംബന്ധമല്ലാണ്ട് നമുക്കൊരു ഫാമിലിയോടൊപ്പം ഒരു ടൂർ പോകണമെന്ന്. അതും സാധാരണ ഊട്ടിയോ കൊടൈക്കനാലോ പോകണമെന്നല്ല, എല്ലാവരുടെയും ആഗ്രഹം വിദേശ രാജ്യങ്ങളിൽ പോകണമെന്നാണ്. എന്നാൽ മാനേജർ പൊസിഷനിൽ എത്തുന്ന ഒരാൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഫാമിലിയോടൊപ്പം വർഷത്തിൽ ഒരു തവണ ഒരു വിദേശ ടൂറാണ്. പല വിദേശ രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി മാനേജർ എന്ന റാങ്കിൽ എത്തുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ സെയിൽസ് ഹെഡിനെ 6 പേരെ ലെഫ്റ്റിലും റൈറ്റിലും കൊണ്ടുകഴിഞ്ഞാൽ സീനിയർ മാനേജറായും, 7 പേരെ ലെഫ്റ്റിലും റൈറ്റിലും കൊണ്ടുവന്നാൽ എക്സിക്യൂട്ടീവ് മാനേജറായും, 8 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചീഫ് മാനേജറായും, ഇനി 2 മാനേജറെ ലെഫ്റ്റിലും റൈറ്റിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ടർ എന്ന പൊസിഷനിൽ എത്തുന്നു. കമ്പനിയുടെ അൾട്ടിമേറ്റ് റാങ്ക് ആയിട്ടുള്ള ഡയറക്ടർ എന്ന പൊസിഷനിലേക്ക് എത്തിച്ചേർന്നു. ഡയറക്ടർ റാങ്കിൽ എത്തിച്ചേർന്നാൽ നമ്മൾ 2 രീതിയിലുള്ള അച്ചീവ്മെന്റ് ആണ് അവിടെ നേടുന്നത്. വർഷത്തിൽ 2 തവണ നമ്മുടെ ഫാമിലിയോടൊപ്പം യൂറോപ്പിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ ഒരു വിദേശ ടൂറ് വർഷത്തിൽ 2 തവണ നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. അത് നമ്മളുടെ ഫാമിലിയോടൊപ്പം ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് പോയി വരാൻ സാധിക്കുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് നേടിയെടുക്കാൻ ആഗ്രഹമില്ലേ? അതുകൊണ്ട് എല്ലാവരും കമ്പനിയുടെ അൾട്ടിമേറ്റ് റാങ്ക് എന്ന ഡയറക്ടർ പൊസിഷനിലേക്ക് എത്താം. അതിനുവേണ്ടി ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം ഒരാൾ ഇതിൽ കൃത്യമായി വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായി അവരുടെ സമയവും എഫേർട്ടും ഇതിലിടാൻ തയ്യാറാണെങ്കിൽ കൃത്യമായി അവർ ഡയറക്ടർ റാങ്കിലേക്ക് എത്തിച്ചേരുമെന്ന് നിസ്സംശയം പറയാം, കൃത്യമായി വർക്കൗട്ട് ചെയ്യുന്നവർക്ക്. ഇനി ഡയറക്ടർ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ഈ 2 ടൂറ് മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത്. കമ്പനിയുടെ പ്രോഫിറ്റിന്റെ 10% നമ്മുടെ കമ്പനിക്ക് എത്രത്തോളം ഡയറക്ടർ റാങ്കിൽ എത്തുമ്പോൾ കമ്പനിയുടെ സെയിൽസ് ഒന്ന് ആലോചിച്ചാൽ മതി, കമ്പനിയുടെ വരുമാനം ആലോചിച്ചാൽ മതി. അതിന് എത്ര ശതമാനം? ഒരു വർഷം കൊണ്ട് 5 കോടി റുപ്യ ടേൺ ഓവർ ഉണ്ടാക്കിയ കമ്പനി. അങ്ങനെയാണെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് ഇത്രത്തോളം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ ടേൺ ഓവർ എവിടെ എത്തി നിൽക്കും? അത്തരത്തിലൊരു ടേൺ ഓവറിൽ അതിന്റെ കമ്പനിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മുടെ ബിസിനസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കമ്പനി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ മണിറായ മാർക്കറ്റിങ്ങിനെ സ്വന്തം കമ്പനിയായി ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം കമ്പനിക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുമോ അത്രത്തോളം എഫേർട്ട് ഇട്ട് എല്ലാവരും ഈ ഒരു ഡയറക്ടർ പോസ്റ്റിലേക്ക് എത്തണമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നോ കണ്ടീഷൻസ്. ഒരു കണ്ടീഷനുമില്ല, നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. ഡിസിഷൻ ഷേപ്സ് യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്, നിങ്ങളുടെ ലോകം തീരുമാനിക്കുന്നത്, നിങ്ങൾ എങ്ങനെ നാളെ ജീവിക്കണം എന്നുള്ള തീരുമാനിക്കുന്നത്. എല്ലാവരും കൃത്യമായി ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് മണിറായ മാർക്കറ്റിങ്ങിലൂടെ വലിയ അച്ചീവ്മെന്റിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.